കട്ടപ്പനയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന കേസിൽ നിതീഷ് മൊഴി മാറ്റി പറയുന്നത് പോലീസിനെ കുഴയ്ക്കുന്നു. കുഴിച്ചിട്ട മൃതദേഹം ആരും അറിയാതെ എടുത്തുമാറ്റിയെന്നാണ് നിതീഷിന്റെ പുതിയ മൊഴി. നിതീഷിനൊപ്പം മറ്റു പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. വിജയന്റെ ഭാര്യ സുമയെ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തേക്കും. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ നവജാത ശിശുവിനെ 2016 കൊലപ്പെടുത്തി കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപത്തുള്ള തൊഴുത്തിൽ മറവ് ചെയ്തുവെന്നായിരുന്നു നിതീഷിന്റെ മൊഴി. ഇവിടെയെത്തി പരിശോധനകൾ ആരംഭിച്ചതോടെ നിതീഷ് മൊഴി മാറ്റി. ആരുമറിയാതെ മൃതദേഹം ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റിയെന്നാണ് പുതിയ മൊഴി. ഈ സാഹചര്യത്തിൽ കേസിലെ മറ്റൊരു പ്രതിയായ വിഷ്ണുവിനെയും വിജയന്റെ ഭാര്യ സുമയെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം വിജയനും കുടുംബവും ദുർമന്ത്രവാദം നടത്തിയിരുന്നുവെന്നും നിതീഷ് ഇവർക്കൊപ്പം ചേർന്നതിന് ശേഷമാണ് നാട്ടുകാരിൽ നിന്ന് അകൽച്ചയുണ്ടായതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഒരുപാട് അന്ധവിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. ഈ പൂജയും പൂജാതി കർമ്മങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നവരായിരുന്നു. ഇങ്ങനെ അമ്പലങ്ങളുമായിട്ട് വിശ്വസിക്കുന്നു, വീടിൻ്റെ അകത്ത് പൂജ ഒക്കെ ചെയ്യുന്നു. ആ തൊഴുത്തിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഈ കളവൊക്കെ വരച്ചിട്ട് ചുമല തുണിയൊക്കെ ഇങ്ങനെ കെട്ടിയിടും. ഈ അമ്പലങ്ങളിലൊക്കെ കാണിക്കുന്നവരെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഒരു മാതൃകാ കുടുംബമായിരുന്നു ഇവിടെ. കാരണം ആർക്കും കുറ്റം പറയാൻ പറ്റുമല്ലോ. നല്ല രീതിയിൽ അവരുമായിട്ട് ഒരു അയൽക്കാരുമായിട്ടൊരു വഴക്കും വയ്യ. അവർക്കൊന്നും വിജയനും പോയിട്ടില്ല, കുടുംബവും പോയിട്ടില്ല. പെട്ടെന്ന് ആളുകളെ നഗരമായിരുന്നു. കാരണം നമ്മളെ ആരും ഇവിടുത്തെ ഉള്ള നെയ്ബറെ ഒന്നും അവരുടെ പരിസരത്തേക്ക് അടുപ്പിക്കുമല്ലായിരുന്നു. അവരുടെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്നതിന് അപ്പുറം അവർ നമ്മുടെ പറമ്പിൻ്റെ അതിരെ വന്ന് നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് നമ്മളുമായിട്ട് സംസാരിക്കും. നിതീഷിനെ പറ്റി ദുരൂഹത, നിതീഷിനെ പറ്റി അറിയത്തില്ല. നിതീഷിൻ്റെ കുടുംബക്കാരെ മൊത്തം ഞങ്ങൾക്കറിയാം. നിതീഷിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല. കഴിഞ്ഞ 10 മാസത്തിനു മുമ്പാണ് ഇവിടെയുള്ളവർ വിജയനെ അവസാനമായി കണ്ടത്. ഇരു കൊലപാതകങ്ങളിലും അസാധാരണമായി എന്തോ നടന്നിട്ടുണ്ട് എന്ന സംശയമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിനാൽ തന്നെ കേസിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിലെ മറ്റൊരു പ്രതിയായ വിഷ്ണുവിനെയും വിജയന്റെ ഭാര്യ സുമയെയും ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ വെളിവാകുമെന്നതിലൂന്നിയാണ് പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.